അറിഞ്ഞാ അപ്പുറത്തെ റൂമിൽ പുതിയ ആൾക്കാർ താമസത്തിന് വരുന്നുണ്ട്. നമ്മക്കറിയാവുന്ന വല്ലവരുമാണോ? ആ, അത് നമ്മുടെ സുരേന്ദ്രൻ ചേട്ടന്റെ സഹോദരിയാണ്. സഹോദരിയോ? സഹോദരിയാണ്. അവർക്ക് ഹെൽപ്പിന് ഒരു ജൂലിയുണ്ട്. ഹായ് ജൂലി. ജൂലി, ഈ സഹോദരിക്ക് എത്ര വയസ്സ് കാണും? സഹോദരിയാണെങ്കിലും സുരേന്ദ്രൻ ചേട്ടന്റെ മൂത്ത പെങ്ങളാ. 10-70 വയസ്സ് അവർക്കുണ്ട്. അമ്മച്ചിയോ? അവർക്ക് 10-70 വയസ്സുണ്ടെങ്കിലും കണ്ടാ പറയില്ല. അങ്ങനാണോ? എന്നാ ഞാൻ പോയി ഒന്ന് ഹെൽപ്പ് ചെയ്താലോ? ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേരെ. അവരെ ഭർത്താവേ പഴയ മിലിറ്ററിക്കാരനാ. ഷൂട്ട് ചെയ്യും അയാള്. അച്ഛാ, അമ്മ പറയണ കേട്ടിട്ടേ പുള്ളി ചില്ലറക്കാരനൊന്നും അല്ല. പുരുഷ എന്നെ അനുഗ്രഹിക്കണമെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ വെടിവെച്ച് കളയും. എന്തുവാടാ? അത് വിടമ്മേ, ഈ ജൂലി എങ്ങനെ ഇരിക്കും? കൊള്ളാവോ? നിനക്കെന്താടാ ഒരു ഇളക്കം? ഒന്നുമില്ല. ജൂലി അമ്മച്ചി മാത്രമല്ലേ ഉള്ളൂ. എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഞാൻ അങ്ങോട്ട് പോവായിരുന്നു. അവർക്കെന്തോ വണ്ടിയിൽ ഒരുപാട് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെയാണോ? എന്നാലും അമ്മച്ചി വയസ്സായ അമ്മച്ചിയല്ലേ, ഞാൻ പോയി എന്തായാലും ഹെൽപ്പ് ചെയ്യാം. പെട്ടെന്ന് വരാം കേട്ടാ. എനിക്ക് ഈ എന്റെ ബ്ലഡിലുള്ളതാണ് എല്ലാരെയും ഹെൽപ്പ് ചെയ്യണമെന്നുള്ളത്. ഈ ജൂലി ആരാ? നീ എന്തിനാ ഇവിടെ വന്ന് ഈ ജൂലിയുടെ പേരൊക്കെ പറയാൻ പോയി? അതുകൊണ്ടല്ലേ ചെറുക്കനെ ഓടി ഇറങ്ങിപ്പോയത്. സ്കൂളിൽ പഠിച്ചപ്പോഴേ അവൻ കുഴപ്പക്കാരൻ. ഇനി അടുത്ത വീട്ടിൽ ആൾക്കാർ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് സമ്മാനം കിട്ടത്തില്ലല്ലോ. എന്തോ പണിയാമ്മേ കാണിച്ചത്. ഒരു വാക്ക് പറയണ്ടായിരുന്ന. ഇങ്ങനെയുള്ള സ്വന്തം മോന്റെ അടുത്ത് കാണിക്കല്ലേ നിങ്ങള്? ഞാനെന്ത് ചെയ്യാനാ? നീ കേട്ട പാതി കേൾക്കാത്ത പാതി ഇറങ്ങി ഓടി ജൂലിയുടെ പേര് കേട്ടോടനെ. ഇത്രയും വലിയ കൂടിയനെ പട്ടിയാണല്ലേ അമ്മേ ജൂലി എന്ന് പറയണത്? ഇങ്ങനെയൊന്നും പറയല്ലേ അമ്മേ. ആ പാവ അമ്മയ്ക്ക് കൂട്ടിന് വന്ന് ഏതോ കൂടിയാനും പട്ടിയാ. അത് പറയുന്നതിന് മുമ്പേ നീ ഇറങ്ങി ഓടി. ഭാഗ്യത്തിന് ആ ജൂലി എന്റെ ഇന്നോവ കാറും 100 പവനെ ഒന്നും ചെയ്തില്ല. അതുകൊണ്ട് കഴിച്ചില്ലായി.